നോക്കിയടി നടക്കുന്നേ, നിന്റെ മുഖത്ത് കണ്ണില്ലേ? ഹലോ, നിന്നോടാ ചോദിച്ചത്. ഓ, ചെവിയും കേൾക്കത്തില്ലേ? അല്ല, താൻ എവിടെ നോക്കി നടക്കുന്നേ? ഈ പറയുന്ന ഞാൻ മാത്രമല്ലല്ലോ, താനും വന്ന് തട്ടിയില്ലേ? അത് കൊള്ളാം, എന്നെ ഇങ്ങോട്ട് വന്ന് തട്ടിയിട്ട് ന്യായം കൂടെ പറയുന്നു. ഓ, തട്ടിപ്പോയി. ഇനിയിപ്പം ഞാൻ എന്തോ വേണം? സോറി പറയണോ? ഓ പിന്നെ, നിന്റെ സോറി ഇട്ടിട്ടാണല്ലോ എനിക്കവിടെ ജീവിക്കാൻ. ഒന്ന് പൊടി. എന്ത് സാധനം ഇത്? കാർത്തിയുടെ ബ്രദർ തന്നെ ആണോ? എന്ത് കണ്ടിട്ടാണോ എന്ത് ഈ മരവന്തിനെ കുറിച്ച് അറിയാൻ എനിക്ക് ഇത്ര ക്യൂരിയോസിറ്റി തോന്നിയത്? എന്തായാലും എല്ലാം പോയല്ലേ. ഹലോ അരുവി, പാട്ടൊക്കെ പാടുമല്ലോ കുട്ടി, നൈസായിരുന്നു കേട്ടോ. അല്ല, നീ ഇപ്പം ആർത്തി വിട്ടിട്ട് ആര്യനെ പിടിച്ചോ? അവരോട് നടന്നിട്ട് കാര്യമൊന്നുമില്ലെന്ന് തോന്നിയോണ്ടാണോ? മോളെന്തിനാ അത്ര തിളയ്ക്കുന്നേ? തിളയ്ക്കാതെ അവിടെ നില്ലടി. ഞാൻ നിന്നാ മതിയോടാ. ഇവന്റെ ഇത് വാങ്ങിക്കൂ. എത്ര കിട്ടിയാലും ഈ സ്റ്റീഫൻ പഠിക്കില്ലല്ലോടാ. ഇതാര്? ആര്യനോ? എന്താ മച്ചാ? മച്ചാനോ? ഏത് വകയ്ക്ക്? നീ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ ഞാൻ അറിഞ്ഞ് വന്നപ്പോഴേ വന്നൊന്ന് കാണണമെന്ന് വെച്ചതാ. അന്നേരം അതിന് പറ്റിയില്ല. വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ നിന്നോ. അന്ന് ഞാൻ ഊഞ്ഞി വെച്ചത് നിനക്കിപ്പം കിട്ടും. പിന്നെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മുടെ ഇടയിൽ തീരണം. വെറുതെ പുറത്തുനിന്നുള്ളവരുടെ മെക്കിട്ട് കയറാൻ നിൽക്കരുത്. നീ എന്താടാ വലിയ ഹീറോ ആവാൻ നോക്കുവാണോ? അധികം നാളൊന്നും കാണത്തില്ല നിന്റെ ഹീറോയിസ് ഇവിടെ. നിനക്ക് തെറ്റി സ്റ്റീഫ, ഞാൻ ഹീറോ ആവാൻ നോക്കുന്നില്ല. ബിക്കോസ് ഐ ആം വില്ലൻ. എന്തുവാണേലും മോൻ കരുതിയിരുന്നു അവരുടനെ ഇങ്ങോട്ട് വരും. പഴയതൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? അത് തന്നെ എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത്. പഴയതൊന്നും മറന്നിട്ടില്ലല്ലോ, കിട്ടിയതൊന്നും. വരുന്നവരൊക്കെ വരട്ടെ സ്റ്റീഫ. അന്ന് കിട്ടിയത് പോരാഞ്ഞിട്ടായിരിക്കും. ബാക്കി വന്ന് വാങ്ങിക്കൊണ്ട് പോട്ട്. പിന്നെല്ലാം നീ വിചാരിക്കുന്ന കണക്ക് തന്നെ ആവണം എന്നില്ല. ചിലപ്പം മാറ്റമൊക്കെ വരാൻ കേട്ടോ. അതുകൊണ്ട് നീയൊന്ന് കരുതിയിരുന്നു. മതി മതി, ബാക്കിയൊക്കെ അവൻ നേരിട്ട് അറിഞ്ഞോട്ടെ. ആരൊക്കെയോ വരാൻ പോകുന്നതിൻ്റെ പൊങ്ങലിലാണ് ഈ വിപ്പി ഇവിടെ നിന്ന് നമുക്ക് നേരെ സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ അതിനുപോലും ധൈര്യം ഇല്ലാതിരുന്നവനാണ്. അതല്ലേടാ ദേവിടെ, അവ ഇനി എപ്പോഴാണോ എന്തോ മനസ്സിലാക്കാൻ പോകുന്നത്. അവ ഈ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളൊന്നും വരത്തില്ലാന്ന്. അതിനുള്ള പൂട്ട് പൂട്ടിയിട്ടല്ലേ നമ്മളിങ്ങോട്ട് വന്നേ. ഇപ്പം ഞാൻ പോവാ, പക്ഷെ നീ ആ കൂങ്ങിയിരുന്നോ, ഞാൻ വരും. പിന്നല്ലാതോ. അല്ല, തന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ന്യൂ അഡ്മിഷനാണോ? ആ അതെ, ഡിഗ്രി ഞാൻ ഇവിടെ അല്ലായിരുന്നു, ഇപ്പോൾ PGക്ക് വന്നതാ. നമ്മുടെ ക്ലാസ്സിലായിരുവേ. ഓ ആണോ? ഹായ്, ഐ ആം ഡേവിഡ്. ആ എനിക്കറിയാം, നില എല്ലാവരെയും പറ്റിയും പറഞ്ഞു തന്നായിരുന്നു. അതിനാരെങ്കിലും പറഞ്ഞു തന്നോന്ന് ഞങ്ങൾ ചോദിച്ചാ? ഇയാളെ കൊണ്ട് വലിയ ആർക്കും എന്നോട് പ്രശ്നമില്ലല്ലോ, ഇവർക്ക് മാത്രം എന്തത്ര കൊണ്ടളിപ്പ്. അല്ല, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? കേട്ടില്ല. അങ്ങോട്ടൊന്നും പറഞ്ഞില്ലേ? ഡേവിഡുടെ അപ്പാവോ. ഹേയ് കൂക്കി, നീ അവിടെ എന്തെടുക്കുക? നിലയുടെ പെർഫോമൻസ് തുടങ്ങാറായി, നീ വരുന്നുണ്ടോ? ഹേയ് കാർത്തി, ഇല്ല, ഞാനും വരുന്നു. എന്നോടുള്ള ദേഷ്യമാണ് ഇപ്പോൾ അവളുടെ അടുത്ത് കാണിച്ചിരിക്കുന്നത്. അവനൊരു മാറ്റവും ഇല്ല ഇത്ര നാളായിട്ട്. നമുക്കെല്ലാം അങ്ങ് പറഞ്ഞാലോ? അവനൊന്നും അറിയാത്തതാ പ്രശ്നം. നിൻ്റെ ഒറ്റൊരുത്തൻ്റെ വാശി കാരണം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും നടക്കില്ല. അത് തന്നെ ഡേവിഡ് ചായൻ പറഞ്ഞ തന്നെ എനിക്കും പറയാനുള്ളത്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് എന്തിനാ? നിങ്ങൾ ഒരേ വീട്ടിൽ താമസിക്കുന്നവരാ, എന്നിട്ടും ഇങ്ങനെ എത്ര നാളെന്ന് വെച്ചാടാ? ഏയ് വേണ്ട, ഒന്നും ശരിയാവില്ല. അതൊന്നും അറിയണ്ട. ഇപ്പം അവൻ എന്നോടല്ലേ ഉള്ളൂ ദേഷ്യം. അതങ്ങനെ ഇരിക്കട്ടെ, കുറച്ചാൾ കഴിയുമ്പം അവനെ മാറ്റിയെടുക്കാം. എന്തായാലും പഴയതിൽ നിന്ന് കാർത്തി ഇത്രയും ഭേദമായില്ലേടാ. അത് മതി. പിന്നെ എന്നോടുള്ള ദേഷ്യം അതങ്ങനെ ഇരുന്നോട്ടെ. സത്യങ്ങൾ പലതും അറിഞ്ഞാൽ പിന്നെ കുറ്റബോധം കാരണം എന്തിനാ വെറുതെ. ഒരിക്കൽ അവൻ എന്നെ ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതിയതാണ്. അതിൽ നിന്ന് ഇത്ര എത്തിച്ചില്ലേ, ഇനി അവനെ അങ്ങനെ കാണാൻ വയ്യ. എടാ, ഇതൊക്കെ നിൻ്റെ വെറും തോന്നലാ. ഇങ്ങനൊന്നും ആവില്ല. എല്ലാം അറിയുമ്പോൾ ഒക്കെ പഴയത് കണക്കായാലോ. നമ്മുടെ ആ പഴയ ബോണ്ട്, ആ ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ മിസ് ചെയ്യുന്നില്ലേ നിനക്ക്? നമുക്ക് അങ്ങനെ ആവാടാ. ഹേയ് മതി, ആ ടോപ്പിക്ക് ക്ലോസ് ചെയ്യും. ഇനി അതിനെപ്പറ്റി ഒരു ചർച്ച വേണ്ട.
ഇനി എന്നേലും ഈ പഴയ കാലം തിരിച്ചു കിട്ടുമോ? ഇതുപോലൊക്കെ ഇനി ആവാൻ പറ്റുമോ? എടാ ഇതൊക്കെ നിന്റെ വെറും തോന്നലാ. ഇങ്ങനൊന്നും ആവില്ല. എല്ലാം അറിയുമ്പോൾ ഒക്കെ പഴയത് കണക്കായാലോ. നമ്മുടെ ആ പഴയ ബോണ്ട്, ആ ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ മിസ് ചെയ്യുന്നില്ലേ നിനക്ക്? നമുക്ക് അങ്ങനെ ആവാടാ. ഈ വീടിന് ഇത്രയും പൊക്കം ഉണ്ടായിരുന്നു. എന്റെ ഹെൽപ്പ് വല്ലതും വേണോ ചേട്ടാ? ഈ കുരിപ്പിത്ത് രാവിലെ എവിടുന്ന് വന്ന്? ചേട്ടാ, ഇത്ര രാവിലെ നീ എവിടെ പോയിട്ട് വരുവാ? അതും നേരെ വരാതെ ബാൽക്കണി കൂടെ കയറി. ഞാനേ പലയിടത്തും പോവും. എല്ലാം നിന്നെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. മറിക്കിടി പൊട്ടത്തി. ഓ അങ്ങനെയാണോ? ഓക്കെ, എന്നെ അറിയിക്കണ്ട, അച്ഛനെ അമ്മയെ അറിയിച്ചോ. ഞാൻ ഇത് പറഞ്ഞു കൊടുക്കൂടാ. ഈ സാമാനത്തെ ഞാൻ എന്തേ പറഞ്ഞു കൊടുക്കട്ടെ? ഇതെങ്ങാണം അച്ഛനോ അമ്മയോ അറിഞ്ഞ പൊന്നുമോള് ക്ലാസ് കിട്ടിയത് സിനിമയ്ക്ക് പോയാലും ഞാൻ പറഞ്ഞു കൊടുക്കും. ചേട്ടാ, ആഹാ, അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നോ? ചെല്ലടി ചെല്ല്, നീ പോയി പറ. അല്ലെങ്കിൽ ഇങ്ങനാണല്ലോ, ഇരട്ടകൾ രണ്ട് ഒന്നിച്ച്. ഞാൻ എപ്പോഴും ഒറ്റ. അല്ല, ഞാൻ നിങ്ങളുടെ അനിയത്തിയൊന്നുമില്ലേ? ഇരട്ടകളല്ല, പരട്ടകള. ആണടി, ഞങ്ങൾ ഒന്നിച്ച് തന്നെ. എന്തേ അസൂയുണ്ടോ? ഇത് ഞാനായിട്ട് ആരോടും പറഞ്ഞില്ലല്ലോ. ദാ ആര്യം പോലും ഇപ്പോഴായി ഈ കഥ അറിയുന്നത്. നീയായിട്ട് എന്റെ വായിന്ന് കേൾപ്പിച്ചില്ലേ ഇത്? ഞാൻ പോന്നേ, നിങ്ങൾ പരട്ടകള് എന്താന്ന് വെച്ചായിക്കോ. പരട്ട നിന്റെ ചേട്ടന്മാര്. അയ്യോ അമ്മേ, നില്ലടി അവിടെ. ആര്യം മതി, വല്ല കാര്യമുണ്ട് അവൻ്റെ ഇന്ന് വാങ്ങിച്ചു പിടിക്കാനായിട്ട്. ഹലോ, എന്താണ് ഈ സമയത്ത് ഒറ്റയ്ക്ക് അവിടെ ഒരു പരിപാടി? എന്റെ പരിപാടിയൊക്കെ അറിയാൻ നീ ആര്? ഒന്ന് പോയണേ. കിട്ടിയപ്പോൾ ഒരു മനസ്സുഖം. ഇനി സുഖമായിട്ട് കിടന്നുറങ്ങും. എന്താ കുക്കി, നിനക്ക് ഉറങ്ങാറായില്ലേ? പുറത്തു നീ മഞ്ഞം കൊണ്ടിരിക്കുന്ന എന്തിനാ? കിടക്കാൻ പോവാണ് ചേട്ടാ. പിന്നെ നിങ്ങളുടെ ഫ്രഷേഴ്സ് ഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആ സമയത്ത് ബിസി ആയിപ്പോയി. ഇല്ലെങ്കിൽ നിലയുടെ പെർഫോമൻസ് കാണാൻ വരണം എന്ന് വിചാരിച്ച. അത് ശരി, പറച്ചിലേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പാട്ട് കേൾക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം പറയാമെന്ന്. അവിടെ നിലയുടെ പെർഫോമൻസ് കഷ്ടം തന്നെ. നിങ്ങളുടെ അനിയത്തിയുടെ ഒരു പാട്ട് അവിടെ ഉണ്ടായിരുന്നു, അതിനെ പറ്റി വല്ലതും അറിഞ്ഞു? നിന്റെ ഗാനമേള ഞാൻ കേൾക്കാത്തൊന്നും അല്ലല്ലോ കുക്കി. പിന്നെ നിന്നെ പാട്ട് പഠിപ്പിച്ചത് ഞാനും അല്ലല്ലോ. പക്ഷെ അവളെ ഡാൻസ് പഠിപ്പിച്ചത് ഞാനാണ്. അപ്പൊ അത് കാണണം എന്ന് സ്വാഭാവികമായും ഞാനൊന്ന് ചിന്തിക്കില്ലേ? ഓ ശരി സർ, ആയിക്കോട്ടെ. ഓക്കെ മാഡം, എന്നാ മാഡം പോയി കിടന്നാട്ടെ, ഞാൻ പോകുന്നു. ഗുഡ് നൈറ്റ്. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ഇങ്ങേർക്കിത് ഉറക്കമൊന്നുമില്ലേ? ഇപ്പോഴും ലൈറ്റ് അടക്കുവാണല്ലോ. അല്ല, ഞാൻ എന്തിനാ ഇയാളെ പറ്റി ആലോചിക്കുന്നത്? ആ മൊരട്ടനെ പറ്റി ആലോചിച്ചിരുന്നാലും മതി. ഞാൻ ഉറങ്ങാൻ പോകും. ഓക്കെ സ്റ്റുഡൻസ്, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ വർക്ക് ചെയ്തിട്ട് വരും എല്ലാവരും. ഓക്കെ, താങ്ക് യു. അങ്ങനെ അത് കഴിഞ്ഞു. പണിയും തന്നിട്ടാ മനുഷ്യൻ പോയേക്കുന്നു. കോപ്പ്. അരുവി, പിന്നെ സ്റ്റീഫനും ഗ്യാങ്ങും വല്ലതും വന്നോടോ? ഏയ് ഇല്ല, ആര്യനെ ഇന്നലെ അങ്ങനെ പറഞ്ഞോണ്ടാണോ എന്തോ, ഇന്ന് കണ്ടതേ ഇല്ല. ഇനി അവന്മാരും വല്ല പ്രശ്നമായിട്ട് വന്നാൽ പറയണം കേട്ടോ. അതെ, നിങ്ങൾ ക്യാൻറ്റീനിൽ പോകാൻ വരുന്നുണ്ടോ? ഞങ്ങളും വരുന്നു, വാ പോവാ. അതെ, നിങ്ങൾ ചെല്ല്, എനിക്കിപ്പം വേറെ ഒരു മൂഡില്ല. ആണോ? ഓക്കെ, എന്നാൽ നിനക്ക് വരാൻ തോന്നുവാണേ നീ വാ, ഞങ്ങൾ ക്യാൻറ്റീനിൽ കാണും. ഓടി, ഓക്കെ, നിങ്ങൾ ചെല്ല. ഇവൻ പോന്നില്ലേ? മിണ്ടണോ? വേണ്ട, ചാട ഇട്ടേക്ക്. അല്ലേ വേണ്ട, മിണ്ടല്ലേ. ഹലോ, താൻ പോണില്ലേ അവരോടൊപ്പം? ഞാൻ പോണെങ്കിൽ ഞാൻ ഇപ്പം ഇവിടെ ഇരിക്കൂ. ഓ, ഗൗരവമാണല്ലോ. എൻ്റെ അമ്മേ, എന്ത് നോട്ടാണിത്? അല്ല, എന്താ പോവാത്തേ?
അല്ല, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? താനിവിടെ ഇരിക്കുന്നതിന് എനിക്കെന്താ പ്രശ്നം? അല്ല, കുറേ നേരമായിട്ട് പോയില്ലേ പോണില്ലേ എന്താ പോകാത്തേന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ചോദിച്ചതാ. കുക്കി എന്തുവാ അവനുമായിട്ട് ഇത്ര സംസാരിക്കാൻ? അത് പിന്നെ താനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടപ്പോൾ ഒന്ന് കമ്പനി തരാമെന്ന് വിചാരിച്ചു. എനിക്ക് തൻ്റെ കമ്പനിയുടെ ആവശ്യമൊന്നുമില്ല. ഓ, ഇത്രയ്ക്ക് അങ്ങ് ഷോ ഇടാൻ വേണ്ടി ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ പോവാം, ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നു. താൻ എന്തോ ചെയ്യും, എനിക്കൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ ജാടിയിടും, ഷോ കാണിക്കും. ഇനി നിനക്കെന്താടി ഉണ്ടക്കണ്ണി? നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഇവൻ ഉണ്ടക്കണ്ണിൻ്റെ മറ്റവളാണ്. ഏയ് കുക്കി, വന്നേ, നമുക്ക് പുറത്തോട്ട് പോവാം. കാർത്തി, എവിടേക്കാ? അത് പിന്നെ ലൈബ്രറി വരെ. നീ എൻ്റെ കൂടെ ഒന്ന് വാ. ഓക്കെ, ഇതാ വരുന്നു. എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ. ബൈ. ഇതിനി അടുത്ത തലവേദനയാവോ? സാറ് വന്നോ? സാറിന് ഒറ്റയ്ക്കിരുന്ന് മതിയായോ? ഇനി ആരൊറ്റയ്ക്കിരുന്ന്? ഇല്ല, സാധനം അവിടെ കിടന്ന് ചിലപ്പായിരുന്നു. ഇപ്പോൾ പിന്നെ ലൈബ്രറിയിലോട്ട് പോയി കാർത്തിയുടെ കൂടെ. അപ്പോൾ പിന്നെ ഞാനും ഇന്ന് വന്ന് ഒറ്റയ്ക്കിരിക്കാനുള്ള മൂടങ്ങ് പോയി. സാധനമോ? ആരും അരുവിയാണോ? അരുവിയോ പുഴയോ അതൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ആ സാധനം. പോടാ, അതൊരു പാവം കുട്ടിയാ. അതെ, പണ്ടും ഇതുപോലെ പാവം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ അടുത്ത് തലയിൽ വെച്ചത് ഓർമ്മയുണ്ടല്ലോ. അതെല്ലാം ഓർത്തിട്ടൊക്കെ നിന്നാൽ കൊള്ളാം. ആര്യ, അതുപോലൊന്നുമല്ല ഇത്. ഇവളെ നമുക്ക് ഫാമിലി ആയിട്ട് തന്നെ അറിയാവുന്നതല്ലേ, പിന്നെന്തിനാ നീ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കിപ്പോൾ ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടേ. നീ വിശ്വസിക്കണ്ട, വെറുതെ അവളുടെ മണ്ടയ്ക്ക് കയറാൻ പോയിരുന്നു മതി. അതിന് ഞാനല്ല, എപ്പോഴും അവളാണ് ഇങ്ങോട്ട് വരുന്നത്. ഓ ശരി, ആയിക്കോട്ടെ, ആ ടോപ്പിക്ക് വിട്. അതും പറഞ്ഞിപ്പോൾ ഇവിടെ അടി ഉണ്ടാക്കുന്നത് എന്തിനാ? അതേ നില, ഈ കുക്കിയും കാർത്തിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ? അവർ നല്ല ഫ്രണ്ട്സാണ് ആര്യ. കുക്കി അവൾ എല്ലാവരുടെ അടുത്തും നല്ല കമ്പനിയാണ്. കണ്ടെടുത്തോളം രണ്ടും നല്ല ക്ലോസ് ആണ്, എപ്പോഴും ഒന്നിച്ചാ. അതുകൊണ്ട് ചോദിച്ചാൽ മുമ്പ് ഇതുപോലൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പേടി കാരണം ചോദിച്ചെന്നേ ഉള്ളൂ. എടാ, ആ ടോപ്പിക്ക് കഴിഞ്ഞു. നീ ഇപ്പോഴും അതേ കണ്ണുകൊണ്ടുകൂടെ എല്ലാവരും കാണാതെ. ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും ഒന്ന് പേടിക്കില്ലേ ഇതിവിടെ? അതാ, മാറുമായിരിക്കും പയ്യ മാറ്റം. ഇപ്പം വന്ന ആര്യനെ പോലും ഇങ്ങനെ തോന്നി. അപ്പം എനിക്ക് തോന്നിയത് തെറ്റൊന്നും പറയാൻ പറ്റില്ല. കുക്കിയോട് ചോദിച്ചാലോ ഇതേപ്പറ്റി? മോശമാവോ? എന്ത് മോശം? അവളെൻ്റെ ബെസ്റ്റ് അല്ലേ, അപ്പോൾ ചോദിക്കുന്നതിന് കുഴപ്പമൊന്നും കാണില്ല. ചോദിക്കാം. എന്നാൽ ഓക്കെ, നിങ്ങളിവിടെ ഇരിക്കേ, ഞാൻ അവരുടെ അടുത്തോട്ട് ചെല്ലട്ടെ. ശരിയടി, നീ ചെല്ല. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ പോയതിന് മുമ്പുണ്ടായിരുന്ന നിലയും കാർത്തിയൊന്നുമല്ല ഇപ്പം. നല്ല മാറ്റമുണ്ട്. അപ്പോൾ പിന്നെ പേടിക്കൊന്നുമില്ല, എല്ലാം ഓക്കെ ആയി വരുവാടാ. അത് ശരിയാ, കാർത്തി നമ്മുടെ അടുത്ത് നിന്ന് ഡിസ്റ്റൻസ് ഇട്ടപ്പോൾ നിലയും കൂടെ മാറിയുന്നതാ. പക്ഷെ ഇപ്പോൾ അവളങ്ങനൊന്നും അല്ല, അവൾ പഴയ കണക്കായി. ഇതുപോലെ അവനും പയ്യെ ആവോടാ. ജെനി, നീ ഇങ്ങനെ ദൂരെ മാറിയിരുന്ന് അവനെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ ഗ്യാങ്ങിലുള്ള ഗേൾസുമായിട്ടല്ലാതെ വേറെ ആരോടും മിണ്ടാത്തവനാ. ഇന്ന് അവരുടെ ക്ലാസ്സിലെ അരുവിയായിട്ട് കുറേ നേരം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഞാൻ കണ്ടു. അരുവിയോ? അതാര്? അതവരുടെ ക്ലാസ്സിലെ ഒരു ന്യൂ അഡ്മിഷനാണ്. എപ്പോഴും അവരുടെ കൂടെ തന്നെ നടക്കുന്ന നിലയുടെ കൂടെയും ഋതുവിൻ്റെ കൂടെയൊക്കെ നടക്കുന്ന ഒരു കൊച്ചിനെ കണ്ടിട്ടില്ലേ നീ? അവള് പിടിച്ചേക്കുന്ന ആളുകളുള്ളല്ലോ. നില, ഋതു, ഫ്രണ്ട് സർക്കിളും ഫാമിലിയും ഒക്കെ ഉണ്ടല്ലോ. ഇവളെന്തേന്ന് വാങ്ങും? നീ ഇങ്ങനെ അവിടെ ഇവിടെ മാറിയിരുന്ന് നോക്കി വെള്ളം ഇറക്കൊണ്ടിരുന്നു. അവസാനം പെമ്പിളാരങ്ങ് കൊത്തിക്കൊണ്ട് പോവും. അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ഏതെങ്കിലും അവളുമാര് വന്നാ അവർക്കിട്ട് കൊടുക്കാനുള്ളത് ഈ ജനിക്കറിയാം. കുക്കി, എന്റെ പൊന്നു നില, നീ വന്നു. ഇത്രയും നേരം എവിടെ ആയിരുന്നു? ഞാൻ ഇവിടെ പോസ്റ്റ് അടിച്ചൊരു പരുവമായി. എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, നീ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന്. എപ്പോഴെങ്കിലും വന്നല്ലോ. പോസ്റ്റ് അടിക്കാൻ എന്തുവാ? കാർത്തി ഇല്ലായിരുന്നോ എൻ്റെ കൂടെ? അയ്യോ, കാർത്തിയുടെ കാര്യമൊന്നും പറയരുത്. മര്യാദയ്ക്ക് അവിടെ ആര്യനുമായിട്ട് ചൊറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എന്നെയും പിടിച്ചുകൊണ്ട് ലൈബ്രറി കൊണ്ടിരുത്തിയിട്ട് ദോ അവ ഇരുന്ന് ബുക്ക് വായിക്കുന്നു. ഞാൻ ഇതിനകത്ത് എന്തോ നോക്കാനാ? എനിക്കൊന്നും വായിക്കണ്ട.
പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് പടമൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അതാ പറഞ്ഞ നീ ഒന്ന് വന്നിരുന്നെങ്കിൽ സംസാരിക്കുമെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. ഓ, അപ്പം ആര്യൻ സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴാണ് കാർത്തി വിളിച്ചുകൊണ്ട് വന്നത്. ഇനി ആര്യം പറഞ്ഞ കണക്കുമല്ലാണോ കാര്യങ്ങൾ? ചോദിച്ചാലോ? കുക്കി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നിനക്കെന്നോട് ഒരു കാര്യം ചോദിക്കാം. പെർമിഷനൊക്കെ എടുക്കണമല്ലോ. ഇങ്ങോട്ട് ചോദിക്കുവാനെ. അത് പിന്നെ നീയും കാർത്തിയും തമ്മി എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഐ മീൻ, നിനക്ക് അവനെ ഇഷ്ടമാണോ? അയ്യോ, നിനക്കിത് മനസ്സിലായോ? അപ്പോൾ കാർത്തിക്ക് ഇത് മനസ്സിലായി കാണുമല്ലേ? എന്നാലും നീയാണെടി എൻ്റെ ബെസ്റ്റ്. എൻ്റെ ഉള്ളിലുള്ളത് നീ മനസ്സിലാക്കിയല്ലോ. അതേ നില, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. നീ എങ്ങനെ അത് പറയുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ നീ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നീ ഒന്ന്